personalities, cine fame, and an upcoming great actress onto the stage to inaugurate the cultural activities and for a beautiful stage performance. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, JJMRP മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ മാനേജർ ജോസ്, പ്രിൻസിപ്പൽ ശങ്കുമോൾ, അധ്യാപകരെ, അനധ്യാപകരെ, PTA പ്രസിഡന്റ്, MPT പ്രസിഡന്റ്, പ്രിയ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. JJMRP മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ 76ാം വാർഷികത്തിൻ്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പ്രിൻസിപ്പലിനും മാത്യു സാറിനും അധ്യാപകർക്കും PTA അംഗങ്ങൾക്കും ഹൃദയം തന്നെ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി കാത്തിരിക്കുമെന്നറിയാം. ഇതുപോലെ ഒരു ആനുവൽ ഡേക്ക് സ്കിറ്റ് ചെയ്താണ് എൻ്റെ തുടക്കം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത്. ഏതൊരു കലാകാരൻ്റെയും ഉറവിടം നമ്മുടെ സ്കൂളിൻ്റെ സ്റ്റേജാണ്. ഈ സ്റ്റേജിന് മുന്നിൽ നിന്നാണ് ഏതൊരു കലാകാരനും കലാകാരിയും ജനിക്കുന്നത്. ഈ സ്കൂളിലെ ഓരോ ക്ലാസ് റൂമിലേക്കുന്ന കുട്ടികളും നാളെയുടെ വർധനങ്ങളായി മാറാനും ലോകം മുഴുവനും അറിയപ്പെടുന്ന മഹത് വ്യക്തികളായി മാറാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ തലമുറയെ വിളിക്കുന്നത് ന്യൂ ജനറേഷൻ എന്നാണ്. ഈ ന്യൂ ജനറേഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയുമോ? നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഏതാ, അല്ലെ കൂട്ടുകാരി ഏതാന്ന് ചോദിച്ചാൽ വെറുതെ ഒരു പേരിന് വേണ്ടി മാത്രം ആരുടെങ്കിലൊക്കെ പേര് പറയും. പക്ഷേങ്കിൽ അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ഏതാണെന്നറിയാമോ? നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളാണ്. 2018 കോവിഡ് കാലത്ത് നമ്മുടെ പഠനത്തിന് വേണ്ടി എടുത്ത ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ. ഇപ്പം ഈ മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞിടയ്ക്ക് പാലക്കാട് നടന്ന സംഭവം. നമ്മളെല്ലാവരും തന്നെ സോഷ്യൽ മീഡിയ വഴിയും വാർത്താ ചാനലുകളൊക്കെ കണ്ടതാണ്. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ അത് വഴക്ക് പറഞ്ഞ് മേടിച്ച് വെച്ച അധ്യാപകനെതിരെ വളരെ മോശമായ രീതി, നമ്മളൊന്നും മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കുട്ടിയെ അധ്യാപകരുടെ അടുത്ത് സംസാരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം, നേഴ്സിംഗ് വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രൂരമായ റാഗിംഗ് വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതൊക്കെ നമ്മളെ ഒരുപാട് വിഷമപ്പെടുത്തിയ കാര്യങ്ങളൊന്നാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മൊബൈൽ ഫോണിന് 2 മുഖങ്ങളാണുള്ളത്. അതിലൊന്ന് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും 2 മോശം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഈ മൊബൈൽ ഫോണിൽ എന്ത് ചെയ്താലും ആരും അറിയില്ലെന്ന് കരുതി ഡിലീറ്റ് ചെയ്യുന്ന പലതും ഒരൊറ്റ സെക്കൻഡിനുള്ളിൽ റിക്കവർ ചെയ്തെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മൊബൈൽ ഫോണിനകത്ത് തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമ്മളിൽ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് മിക്കവരും ഈ മൊബൈൽ ഫോണുകളൊക്കെ ദുരുപയോഗങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോ, മൊബൈൽ ഫോണുകളൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ഇന്നത്തെ ഈ തലമുറ പഠിക്കുന്നത് മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. എന്നാൽ ഇന്നത്തെ തലമുറ മാതാ പിതാ ഗൂഗിൾ ദൈവം എന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് അങ്ങനെയല്ല. നമുക്കിപ്പോൾ എന്തൊരു ആവശ്യം വന്നാലും പെട്ടെന്ന് നമ്മൾ ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. പക്ഷേ ഈ ഗൂഗിളൊക്കെ ഒരു പരിധിവരെ മാത്രമേ ഉള്ളൂ. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്നറിയാവോ? അവരുടെ കഷ്ടപ്പാടുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നല്ല നിലയിൽ എത്തിക്കാണാൻ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്തെ പോലെ സ്കൂൾ ബസ് ഒന്നും വീട്ടുമുറ്റത്ത് വരത്തില്ലായിരുന്നു. അവർ നടന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അത് 1-2 കിലോമീറ്ററൊന്നും അല്ല, ഒരുപാട് കിലോമീറ്ററുകൾ താഴെയാണ് അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അവർക്ക് നല്ല കുടയുണ്ടായിരുന്നില്ല, നല്ല ചെരുപ്പില്ല, നല്ല ബാഗില്ല.
എന്തിനേറെ പറയണം, ഒരു വർഷം ഒരൊറ്റ യൂണിഫോം ഇട്ടുകൊണ്ടായിരുന്നു അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ആണെങ്കിലോ ഒന്നിന് പകരം 3-4 ജോഡി യൂണിഫോമുകളൊക്കെയാണ്. ഇന്ന് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ യൂണിഫോമുകളൊക്കെ ഒറ്റയേറാണ്. പിന്നെ നമുക്കത് വേണ്ട, അടുത്ത ദിവസം അടുത്ത യൂണിഫോം, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്. അതുപോലെ ഇന്നത്തെ കാലത്ത് ഭക്ഷണ രീതി ഒന്നും അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് എല്ലാ സ്കൂളിലും ഉച്ചഭക്ഷണം കിട്ടുമായിരുന്നു. ആ ഉച്ചഭക്ഷണമായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഉടനടി പറയാം, എനിക്ക് അൽഫാം, കുഴിമന്തി, നൂഡിൽസ്, അങ്ങനെ പലതും. ശരിയല്ലേ? ഇതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ അച്ഛനമ്മമാരോടും വല്യമ്മമാരോടും വിളിച്ചവരോടൊക്കെ ചോദിക്കണം. അവർക്കുണ്ടായ നഷ്ടബാല്യം നമ്മളോട് നേടാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും നാളെയുടെ വാഗ്ദാനങ്ങൾ ആവേണ്ടവരാണ്. നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെയും നമ്മുടെ ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവർ പറയുന്നതെല്ലാം അനുസരിക്കണം. നമ്മുടെ ബാല്യകാലത്തെ ധർമ്മങ്ങളൊക്കെ എത്രത്തോളം നീതി പുലർത്താവോ അത്രത്തോളം നമ്മുടെ ഭാവി സുരക്ഷിതമാവും. അതല്ലാതെ ആധുനിക കാലത്തെ ടെക്നോളജിയുടെ പുറകിന് പോയാൽ ബാല്യം എന്ന വസന്തമാണ് നമുക്ക് നഷ്ടമാവുന്നത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ കുട്ടികൾ ഓരോരുത്തരും ബാല്യം എന്ന ചെടിയാണ്. ഈ ചെടി നാളെ സമൂഹത്തിന് സുഗന്ധം പകർന്നു നൽകുന്ന പുഷ്പങ്ങളായി മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. JJ മർഫി മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൻ്റെ 26ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഇങ്ങോട്ട് ക്ഷണിച്ചതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും കലാപരിപാടികളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തോടു കൂടി കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. താങ്ക് യു.